നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമുക്കറിയാം +2 സേ ഇനി 27 ദിവസമുണ്ട്. അത് ചില്ലറ കാര്യമല്ല. 27 ദിവസം നമുക്ക് വാരി വലിച്ച് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. വളരെ കുറച്ച് ചോദ്യങ്ങൾ, ഒരു വിഷയത്തിന് ഒരു 35-40 ചോദ്യങ്ങൾ മാക്സിമം പഠിക്കുക. അത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അതിന് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി, സാധ്യത വളരെ കൂടുതലായിരിക്കുള്ള ചോദ്യങ്ങളായിരിക്കണം. ഇപ്പം നമ്മൾ +2-നും +1-നും ഒക്കെ റെഗുലറായിട്ട് ഇടുമ്പോൾ അതിനകത്തൊരു 90% ചോദിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ അത് തന്നെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകാനുള്ള കാരണം. ഇപ്പോൾ +2 സേക്ക് നമ്മൾ അതേ രീതി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അതുപോലെ വിജയ ശതമാനം കൂടുന്നത് എപ്പോഴും. അതായത് നമ്മൾ ഇപ്പോൾ ഉദാഹരണം, ഇന്നിപ്പം നമ്മളൊരു ചോദ്യം പറയുന്നത് ഇതൊരു 99%, 100% നമുക്ക് ദൈവത്തിന് പോലും പറയാൻ പറ്റത്തില്ല, 99% ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. +2 സേ 2026 കേട്ടോ. അന്നേരം ആ ചോദ്യം ഏതാണെന്നാണ് ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യമെങ്കിൽ ഇതാണ് ചോദ്യം. അതായത് 3ാമത്തെ ചാപ്റ്റർ ഉണ്ട് ഫിസിക്സ്, +2-ലെ ഫിസിക്സിന്റെ. ആ ചാപ്റ്ററിന്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ്. അതിനകത്ത് വീൻസ്റ്റൺസ് ബ്രിഡ്ജ് ഉണ്ട്. വീൻസ്റ്റൺസ് ബ്രിഡ്ജ്, അതിന്റെ പടം, സർക്യൂട്ട്, അതിന്റെ എഴുതുന്ന രീതി ഒരു 99% ചോദിക്കും. അതിനോട് ചേർത്ത് കിർച്ചോഫിന്റെ 2 ലോയും ജംഗ്ഷൻ റൂളും മെഷ് റൂളും കൂടെ പഠിച്ചോളുക. കിർച്ചോഫ് ലോയും വീൻസ്റ്റൺ ബ്രിഡ്ജും. ഈ വീൻസ്റ്റൺ ബ്രിഡ്ജ് ഉറപ്പിച്ച് പഠിക്കുക. അന്നേരം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ബാച്ചസിലെല്ലാം കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ പഠിച്ചാൽ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പഠിച്ചാലേ നമ്മളിപ്പോൾ പഠിപ്പിച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കായാലും പഠിക്കാം ഈസി ആയിട്ട്, ടെൻഷനേ ഇല്ല. അന്നേരം സിമ്പിൾ നോട്ട്സുമായിട്ടൊക്കെ പഠിച്ച് ഇതുപോലെ നോട്ട്സുമായിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഡൗട്ട് എല്ലാം ലൈവ് ക്ലാസ്സുകളിലെല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്യും. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചസ് ചേരാനുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രം മതി, നിങ്ങൾക്ക് ചേരാം. ഒരിക്കലും തോക്കത്തില്ലെന്നുള്ള വാരണ്ടിയാണ്. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.